Is it the right thing to do? I don't think so. Is it in Israel's interest? I don't think so. I think for Israel to insist solely on the military approach in the long term will be very detrimental to Israel's interest. I think obviously Hamas is also resisting disarming and using Israel's refusal to withdraw as a pretext for that. But if we look at the West Bank now, there is also a complete unwillingness to engage with the Palestinian Authority and a systematic dismantling of the potential for a Palestinian state. All of this only serves to raise tensions. To me, the idea that a purely military approach is viable in the long term, I think is completely incorrect and is not going to be in the interest of anyone. ഈ പശ്ചിമേഷ്യൻ കരാർ ഇറാനും അമേരിക്കയും തമ്മിൽ ഒപ്പിട്ട് യുദ്ധം അവസാനിച്ചപ്പോഴേ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അത് പശ്ചിമേഷ്യയിലെ ഒരുപാട് അടക്കിപ്പിടിച്ച ശബ്ദങ്ങൾ ഉറക്കെ വരാനും ശബ്ദമില്ലാതിരുന്ന സ്ഥലങ്ങളിൽ ശബ്ദമുണ്ടാകാനും ഒക്കെ ഈ യുദ്ധത്തിൻ്റെ അനന്തരഫലം ഇടയാക്കും എന്ന് സൂചിപ്പിച്ചിരുന്നു. കരാറിലൊപ്പിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞതേ ഉള്ളൂ. സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ വിയന്നയിലെ യൂറോപ്യൻ രാജ്യങ്ങളുടെയും അതുപോലെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെയും ഒക്കെ യോഗത്തിൽ വെച്ച് വളരെ കൃത്യമായി ചില കാര്യങ്ങൾ ഉറക്കെ തുറന്നു പറഞ്ഞു. ആ തുറന്നു പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയും പശ്ചിമേഷ്യയിലെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ, പ്രത്യേകിച്ച് ഈ ആൻറ്റി ഇസ്രയേൽ ശബ്ദങ്ങളുടെ ഒരു പ്രകമ്പനമായി അവിടെ മുഴങ്ങി എന്നതാണ് പൊതുവിൽ എല്ലാവരും വിലയിരുത്തിയത്. അദ്ദേഹം ആ യോഗത്തിൽ, സാധാരണ അത് ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട ഒരു യോഗമാണ്, വ്യവസായ വാണിജ്യ താല്പര്യങ്ങളും ഒക്കെയാണ്, അതിൻ്റെ ജിയോ പൊളിറ്റിക്കൽ മാനങ്ങളാണ് പറയുന്നതെങ്കിലും നേരെ ഫൈസൽ ബിൻ ഫർഹാൻ ആ സബ്ജക്റ്റിൽ നിന്ന് പോയത് പശ്ചിമേഷ്യയിലെ ചില വിഷയങ്ങളിലേക്കാണ്. ഇസ്രയേലിനോട് കൃത്യമായ ആ വേദിയിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ വെസ്റ്റ് ബാങ്കിലെയും ഗസയിലെയും ലെബനോണിലെയും ഒക്കെ നയങ്ങൾ പുനഃപരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ആയുധം കൊണ്ട് മാത്രം എല്ലാം നേടാം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതിക്ക് അന്ത്യം കുറിക്കേണ്ടിയിരിക്കുന്നു. എല്ലാം ഡിപ്ലോമാറ്റിക് ഡയലോഗിലൂടെ ജനങ്ങളുടെ മേഖലയുടെ സ്റ്റെബിലിറ്റിയും വളർച്ചയും ഒക്കെ കണക്കിലെടുത്ത് വേണം നിലപാടുകൾ സ്വീകരിക്കാൻ എന്ന് ആരോടാ പറഞ്ഞത്? എല്ലാം തികഞ്ഞ് അമേരിക്കയുടെ എല്ലാ സംരക്ഷണയിലും കഴിയുന്ന ഇസ്രയേലിന് മുന്നിൽ അത്രമേലൊന്നും ശബ്ദമുണ്ടാക്കാതെ ഒളിഞ്ഞും തെളിഞ്ഞും ഒഴിഞ്ഞും ഒക്കെ മാറി നിന്നിരുന്ന സൗദി അറേബ്യയാണ് കൃത്യമായി ആ നിലപാട് ഉറക്കെ പറഞ്ഞത്. അതുകൊണ്ട് ഈ കരാർ മാനിക്കാൻ തയ്യാറാകണം ഇസ്രയേൽ. ആ കരാറിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊള്ളാൻ തയ്യാറാകണം. എന്നിട്ട് ഇറാനോട് തങ്ങളുടെ മേൽ ആരെങ്കിലും ആക്രമണം നടത്തുമ്പോൾ ഏറ്റവും മിത്രങ്ങളായ അയൽക്കാരോട് അക്രമം പ്രവർത്തിക്കരുത് എന്നൊരു സൂചനയും നൽകി. തങ്ങളെല്ലാ കാലത്തും ആ മേഖലയിൽ ഇറാനോടും മറ്റു വിഷയങ്ങളോടുമെല്ലാം അതിൻ്റെ മെറിറ്റിൽ തീരുമാനമെടുത്തിട്ടുള്ള രാജ്യമാണെന്നും അങ്ങനെ പ്രത്യേകിച്ചൊരു പക്ഷപാതിത്വം സൗദി അറേബ്യയ്ക്കില്ലെന്നും ഈ പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ ആ യോഗത്തിൽ അഭിപ്രായപ്പെടുകയുണ്ടായി. നമ്മൾ സാധാരണ പറയുമല്ലോ, സൗദി അറേബ്യയ്ക്കൊക്കെ ഇത്രയും ശബ്ദം ഈ വിയന്ന മീറ്റിങ്ങിലൊക്കെ വന്നു എന്ന് പറയുന്നത് പശ്ചിമേഷ്യയിലെ ഒരു വലിയ മാറ്റത്തിൻ്റെ, ചിന്താപരമായ അതുപോലെ തന്നെ നിലപാടുകൾ കൊണ്ട് വ്യത്യസ്തമായ ഒരു കാർക്കശ്യത്തിൻ്റെ, കരുത്തിൻ്റെ നിലപാടുകളുടെ ശബ്ദമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സൗദിയുടെ ആ പ്രസ്താവന മാറിയ പശ്ചിമേഷ്യയുടെ ഒരു മൈൽ സ്റ്റോൺ ടോക്കാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.